LGSന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇനി നമുക്കറിയേണ്ടത് എത്ര നാൾ കൂടി കാത്തിരിക്കണം ഒരു സർക്കാർ ജോലി കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാർക്കിന്റെയും അതുപോലെ തന്നെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരേ മാർക്കുള്ള രണ്ടുപേരുണ്ടെങ്കിൽ ആർക്കാണോ പ്രായം കൂടുതൽ അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ജോലിയിലേക്ക് എടുക്കുന്നതും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെയും പ്ലസ് ഈ പറയുന്ന പോലെ സംവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് 100 പേര് ഈ പറയുന്ന പോലെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 40 പേരാണ് ഈ പറയുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നത്. ബാക്കിയുള്ള 60 പേര് സംവരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ സംവരണത്തിലാണെങ്കിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് അവരായിരിക്കും ഏറ്റവും ആദ്യം വരാം. ഒരു ഉദാഹരണത്തിന് ഈ ഒരു 10 പേര് PSC ഓഫീസിലേക്ക് ആവശ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് ചെയ്തു, വേക്കൻസി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ 10 പേര് എടുക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന പോലെ ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ആൾ മുതൽ 10ാമത്തെ റാങ്ക് കിട്ടിയ ആൾ വരെ അല്ല. ഈ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 10 പേരുള്ളത് കൊണ്ട് 4 പേര് എന്തായാലും വരും. ഈ പറഞ്ഞ ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ആൾ മുതൽ 4ാമത്തെ റാങ്ക് കിട്ടിയ ആൾ എന്തായാലും ഇതിനകത്ത് വരും. ബാക്കിയുള്ള ഈ 6 പേര് പറയുന്നത് ഈ സംവരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഇതാണ് PSCയുടെ റൊട്ടേഷൻ ചാർട്ട്. 1 മുതൽ 10 വരെയുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ഈ പറയുന്ന റൊട്ടേഷൻ ചാർട്ട്. ഇപ്പൊ ഇതിനകത്ത് OC എന്ന് 4 സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. OC എന്ന് വെച്ചാൽ ഓപ്പൺ കാറ്റഗറി. ഇപ്പൊ പറഞ്ഞില്ലേ ഈ പറയുന്ന 40% ആൾക്കാർ ഓപ്പൺ കാറ്റഗറിയിൽ വേണമെന്ന് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒന്നാമത്തെ റാങ്കുകാരൻ വരും, അതുപോലെ തന്നെ രണ്ടാമത്തെ റാങ്കുകാരൻ, മൂന്നാമത്തെ റാങ്കുകാരൻ, 4ാമത്തെ റാങ്കുകാരൻ, അങ്ങനെയാണ് വരിക. ഇനി അടുത്തത് പറയുന്നത് സംവരണ വിഭാഗത്തിലുള്ളതാണ് ബാക്കിയുള്ള 6 പേര്. ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരേണ്ടത് EBT എന്ന് പറയുന്ന സംവരണ വിഭാഗത്തിൽ നിന്ന് ആൾക്കാരാണ്. അതായത് ഈഴവ ഭിന്ന തീയ. അപ്പൊ ഇതിനകത്തുള്ള ആള് ഒരു 30ാമത്തെ റാങ്കുകാരാണെന്ന് വിചാരിക്കുക. അപ്പൊ 30ാമത്തെ റാങ്കുകാരൻ നമ്മൾ ഇവിടെ പിടിച്ചിടും. ഇനി അടുത്തത് SC വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ വേണം. ഈ SC വിഭാഗത്തിലുള്ള ആള് ഈ പറയുന്ന 4ാമത്തെ റാങ്ക് കിട്ടിയ ആളും ഒന്നാണെങ്കിൽ അയാളെ പിടിച്ച് മേലേക്ക് ഇടും. സംവരണമാണല്ലോ, ആ രീതിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കായതുകൊണ്ട് ഇയാളെ പിടിച്ചാണ് മേലേക്ക് ഇടുക. അപ്പൊ ഒരേ റാങ്കിലുള്ള 2 ആൾക്കാരെ വേണ്ടാലോ. അപ്പൊ അത് മാറ്റിയിട്ട് 4ന് അടിയിലുള്ള സംഖ്യ നമ്മൾ എഴുതും, 5. ഇനി അടുത്തത് മുസ്ലിം കാറ്റഗറിയിൽ നിന്നുള്ള ആളാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ 5ാമത്തെ റാങ്ക് കിട്ടിയ ആൾ മുസ്ലിം ആണെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ ഈ പറഞ്ഞ ആളെ മുന്നിലേക്ക് ഇടും, 5 ഇടും. അതുപോലെ തന്നെ 5 കഴിഞ്ഞിട്ടുള്ള ആൾ ആരാണോ അതാണ് അടുത്ത് ഇടാൻ പോകുന്നത്, 6ാമത്തെ റാങ്കുകാരൻ. ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണോ വരുന്നത് അതേ ഓർഡറിൽ ഇടും. വേണമെങ്കിൽ സപ്പോസ് ഒരു 10, 12 അല്ല 10, 13, 14 എന്ന് വേണമെങ്കിൽ നമുക്ക് ഇടാം, ഒരു ഓർഡറിൽ ഇടാം. അപ്പൊ ഈ രീതിക്കായിരിക്കും ഈ പറയുന്ന പോലെ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 10 പേര്, ആദ്യത്തെ 10 പേരെ സെലക്ട് ചെയ്യുന്നത് ഈ രീതിക്കായിരിക്കും. ഇപ്പൊ അതിനകത്ത് 1ാമത്തെ റാങ്കുകാരനുണ്ടാവും, 30ാമത്തെ റാങ്കുകാരനുണ്ടാവും, 2ാമത്തെ റാങ്കുകാരനുണ്ടാവും, 4ാമത്തെ റാങ്കുകാരനുണ്ടാവും, 3ാമത്തെ റാങ്കുകാരനുണ്ടാവും, 5ാമത്തെ റാങ്കുകാരനുണ്ടാവും, 6 ഉണ്ടാവും, 10 ഉണ്ടാവും, 13 ഉണ്ടാവും, 14 ഉണ്ടാവും. നമുക്കൊന്നും ഈ പറയുന്ന പോലെ പറയാൻ പറ്റില്ല. സംവരണത്തിന്റെയും മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് സെലക്ട് ചെയ്യുന്നത്.